الحمد لله الذي يصطفي من الأيام والشهور ما يشاء ويختار ويختص من الأزمنة بالفضائل ما يريد رحمة منه وتذكرة لأولي الأبصار. وأشهد أن لا إله إلا الله وحده لا شريك له العزيز الغفار. وأشهد أن محمدًا عبده ورسوله المصطفى المختار صلى الله عليه وعلى آله وصحبه ما تعاقب الليل والنهار. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فاتقوا الله عباد الله حق التقوى، وراقبوه في السر والنجوى. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. فاتقوا الله عباد الله. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് തഖ്വ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അനുഗ്രഹങ്ങളാണ് മവാസിമുൽ ഖൈറാത്ത്, അഥവാ പ്രത്യേകമാക്കപ്പെട്ട ചില സന്ദർഭങ്ങളും സമയങ്ങളും. ആ സമയങ്ങളിലും സന്ദർഭങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ, അവൻ്റെ സ്വർഗം വാങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കപ്പെട്ട ചില സന്ദർഭങ്ങളും സമയങ്ങളും ഒരു വർഷത്തിൽ അല്ലാഹു നമുക്ക് പല സന്ദർഭങ്ങളിലായി ഉണ്ടാക്കി തന്നു എന്നത് അല്ലാഹു നമ്മോട് ചെയ്ത, ഈ സമൂഹത്തോട്, ഈ ഉമ്മത്തിനോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലൂടെ പറയുന്നുണ്ട്, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. ഹുവ അവൻ, റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ, ജഅലൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും അവൻ ആക്കിയിരിക്കുന്നു, ഖിൽഫതൻ, മാറി മാറി വരുന്നതായി കൊണ്ടാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ, സ്മരിക്കാൻ, അവനെ ഇബാദത്ത് ചെയ്യാൻ, അതുപോലെ തന്നെ അവനോട് നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. എന്നും ഒരവസ്ഥയല്ല നമുക്കുള്ളത്. നാം ചില പ്രത്യേകമാക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഇബാദത്തെടുക്കുമ്പോൾ അതിന് ഇരട്ടി പ്രതിഫലങ്ങളാണ്. ഉദാഹരണം നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ. റമദാൻ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സീസണാണെങ്കിൽ ആ സീസണിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ലൈലത്തുൽ ഖദ്ർ നിശ്ചയിച്ചു തന്നു. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ട ഇബാദത്ത് എടുത്താൽ
നമ്മൾ 1000 മാസങ്ങൾക്ക് തുല്യമായ ഇടതടവില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവരാവുകയാണ്. അപ്പോൾ പാപികളായ അമലുകൾ കുറഞ്ഞു പോയ നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അവസരങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മുൻകടക്കണമെന്നതാണ് അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് ഉഇജ്ജത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മുൻകടക്കുക, നിങ്ങൾ ധൃതി പിടിച്ച് മുന്നേറുക എന്നർത്ഥം. വജന്നത്തിൻ, അവൻ്റെ സ്വർഗത്തിനും വേണ്ടി. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായ അവസരങ്ങൾ ഉണ്ടാക്കി തരുന്ന സഹോദരങ്ങളെ? അവൻ്റെ സ്വർഗം നേടിയെടുക്കാൻ, അവൻ്റെ പാപമോചനം കരസ്ഥമാക്കാൻ. എങ്ങനെയുള്ള സ്വർഗമാണ്? കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിനും നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗലോകത്തിനും നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിനും വേണ്ടി നിങ്ങൾ ധൃതി പിടിച്ച് മുന്നേറുക. അല്ലാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ച ആ ആളുകൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചതാണ്. അള്ളയാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് സീസണുകളുണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെയാണ് അത്തരം അറിവുകൾ നമുക്ക് ലഭിച്ചത്. അതിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചതാണതെന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, അൽ കയ്യിസു മൻ ജാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ ഇത്തബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഹോദരങ്ങളെ, ആരാണ് ബുദ്ധിമാൻ? ആരാണ് അള്ളാഹുവിൻ്റെ നാളത്തെ അവൻ്റെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവൻ? ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ആരാണ് ബുദ്ധിമാൻ? മൻ ജാന നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുന്നവനാണ്, സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ നാളെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവനുമാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, അല്ലാതെ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുന്നവനല്ല. തൊട്ടടുത്ത അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, വൽ ആജിസു മൻ ഇത്തബഅ നഫ്സഹു ഹവാഹാ. ആരാണ് അശക്തൻ? ആരാണ് മോശക്കാരൻ? ആരാണ് മടിയൻ? ആരാണ് ദുർബലൻ? മൻ ഇത്തബഅ നഫ്സഹു ഹവാഹാ, അവൻ്റെ സ്വന്തം ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നവനാണ്. ഇച്ഛകൾ, അവൻ്റെ ശരീരം അവനോട് എന്തു പറയുന്നു അതിൻ്റെ പിന്നാലെ പോകുന്നവനാണ്. വതമന്ന അലല്ലാഹ്, അല്ലാഹുവിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവനുമാണ്. ഒന്നും ചെയ്യാതെ, ഫർള് നമസ്കാരം പോലും നമസ്കരിക്കാതെ, ജമാഅത്തിന് പങ്കെടുക്കാതെ, ദിക്ർ ചൊല്ലാതെ, ഖുർആൻ ഓതാതെ, ഒരു നന്മയും ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുകൊള്ളും. അത് അവിടെ ചെല്ലുമ്പോഴല്ലേ അല്ലാഹു കാരുണ്യവാനാ നമുക്ക് പറയുന്ന ആളുകളെ നമ്മൾ കേട്ടിട്ടില്ലേ? അതൊരു മോശകരമായ രീതിയാണ്. അവനവന് ചെയ്യാനുള്ളത് ചെയ്തിട്ട് ബാക്കിയാണ് അല്ലാഹുവിൽ നമ്മളെ ഏൽപ്പിക്കേണ്ടത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. നമുക്ക് നഷ്ടപ്പെടുന്ന സമയം സഹോദരങ്ങളെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരിക സാധ്യമല്ല. ഇന്നലെ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ഫജ്ർ നമസ്കാരം, ആ ഫജ്ർ നമസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ ഭാര്യ സന്താനങ്ങളോടൊപ്പം ഇന്ന് പ്രാതൽ കഴിച്ച് നമ്മളുണ്ട്. നമ്മളാണ് ആ ഒരു ആളുകളാണ് നാം. ആ ഒരു സമയം ഇനി നമുക്കില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നഷ്ടപ്പെടുന്ന സമ്പത്ത്. നമ്മൾ ഇന്ന് സമ്പന്നനാണ്, നാളെ നമ്മൾ ഫക്കീറാവുകയാണെങ്കിൽ, ദരിദ്രനാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പരിശ്രമിക്കാം സമ്പത്തുണ്ടാക്കാൻ. പക്ഷേ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന നമ്മുടെ സമയങ്ങൾ, അല്ലാഹ് നമുക്ക് നൽകുന്ന വിലപ്പെട്ട സമയങ്ങൾ, അത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ സഹോദരങ്ങളെ തീർച്ചയായും നാം നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ചില സ്വാലിഹീങ്ങളുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഓരോ പ്രഭാതവും ഉദിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഒരു ഭാഗം അസ്തമിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച 15-ാം തീയതി അല്ലേ? ഇന്ന് നമുക്ക് പ്രഭാതം വിടർന്നെങ്കിൽ സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ ഇനിയില്ല, അത് അസ്തമിച്ചു പോയി. അതുകൊണ്ട് നമ്മുടെ സമയമെന്നത് അതൊരു വലിയ വിഷയമായി തന്നെ നമ്മൾ കാണുകയും അതിനെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അവനാണ് ബുദ്ധിമാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തന്നെയുമല്ല, നാളെ നമ്മളോട് ചോദിക്കപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ.
നാളെ നമ്മളോട് നമ്മുടെ റബ്ബ് ചോദിക്കും, നിന്റെ ആയുഷ്കാലം നീ എന്തൊന്നിലാണ് നശിപ്പിച്ചു കളഞ്ഞതെന്ന് ചോദിക്കാതെ നമ്മുടെ കാൽപാദങ്ങൾ സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് വെക്കുക സാധ്യമല്ല. വഅൻ ഇൽമിഹി ഫീമാ അമിൽ ഫീമാ ഫഅൽ, നീ പഠിച്ച അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫക, നിന്റെ സമ്പത്ത് നീ എവിടെ നിന്ന് ചെലവഴിച്ചു, എന്തൊന്നിലാണ് നീ അത് ചെലവഴിച്ചു, നീ എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തൊന്നിലാണ് നീ അത് ചെലവഴിച്ചതെന്ന് ചോദിക്കും. വഅൻ ജിസ്മിഹി ഫീമാ അബ്ല, നല്ലൊരു ആരോഗ്യമുള്ള ശരീരം നിനക്ക് തന്നില്ലേ, നിനക്ക് സമ്പത്ത് തന്നില്ലേ, നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും തന്നില്ലേ, നിന്റെ ആരോഗ്യം എന്ത് ചെയ്തു നീ? സഹോദരങ്ങളെ, നമുക്കറിയാം അല്ലേ, എന്തെല്ലാം രോഗങ്ങളുമായി കഴിയുന്ന മനുഷ്യരുണ്ട് അല്ലേ. അലിബനാഥ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടതാണ് നമ്മൾ അല്ലേ. ഒരു ക്യാൻസർ ബാധിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് തിരിച്ചറിയുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് പിന്നീട് അദ്ദേഹം ചക്കവയിലധിഷ്ഠിതമായി ജീവിതം നയിക്കുകയും തൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ അവസാന സംസാര സന്ദർഭത്തിൽ അദ്ദേഹം സംസാരിച്ച ചില സംസാരങ്ങളുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സമ്പത്താണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൗഢിയും പ്രതാപവും കാറും ആ രൂപത്തിലുള്ള വലിയ വലിയ സൗകര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഉള്ളവനാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, അതൊന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം. പ്രഭാതത്തിൽ ഫജ്റിന്റെ സമയത്ത് എഴുന്നേറ്റ് സ്വമേധയാ ആരുടെയും സഹായം കൂടാതെ തനിക്ക് ബാത്റൂമിൽ പോയി വുളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ ഒരു അവസരം ഒരാൾക്ക് അല്ലാഹു നൽകുകയാണെങ്കിൽ സഹോദരങ്ങളെ, അതാണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മൾ കേട്ടതാണ്. നമ്മൾ മറന്നുകൂടാ അത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയ ആരോഗ്യത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമെന്നർത്ഥം. അല്ലാഹുവിൻ്റെ റസൂൽ ഒരാൾക്ക് ഉപദേശം നൽകുമ്പോൾ പറയുന്നുണ്ട്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് യുവത്വത്തെയും, വസിഹ്ഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യ സമയത്തെയും, വഗിനാക ഖബ്ല ഫഖരിക്, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്ത് മേഖല നന്നായിരിക്കുന്ന സന്ദർഭത്തിൽ നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോ. വഫറാഅക ഖബ്ല ശുഗ്ലിക്, അതെ, നിനക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ, നിനക്ക് ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് നീ അത് ഉപയോഗപ്പെടുത്തിക്കോ. സഹോദരങ്ങളെ, ഇന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നമ്മൾ കളയുന്ന മണിക്കൂറുകൾ എത്രയാണ് സഹോദരങ്ങളെ. ഒരു ദിക്ർ ചെല്ലാൻ, ഒന്ന് ഖുർആൻ എടുത്ത് വെച്ചൊരു പേജ് നമ്മൾ ഖുർആൻ ഓതാൻ, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമ്മൾ സമയം കാണുന്നുണ്ടോ സഹോദരങ്ങളെ? അതേ, നമ്മൾ മനസ്സിലാക്കുക, ജോലി തിരക്ക് അഥവാ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, എനിക്കൊരുപാട് ഒഴിവ് സമയം ലഭിച്ചല്ലോ എന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഖബ്ല ശുഗ്ലിക്, നിനക്ക് ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. വഹയാതക ഖബ്ല മൗതിക്, നിനക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് അതേ നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് അവസാനമായി ആ സംസാരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത്രയും വലിയ ഒരു മുഖവുര നിങ്ങളോട് ഞാനടക്കമുള്ള നിങ്ങളോട് പറയാൻ കാരണം, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മഹത്തരമായ 10 ദിവസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതേ, അയ്യാമു അശ്രി ദിൽഹിജ്ജ, അതേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. ദിൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള 10 ദിവസങ്ങൾ, അത് ഏറ്റവും മഹത്തരമായ ദിവസങ്ങളാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ പറഞ്ഞത്, ഫഹിയ അയ്യാമുൻ അളീമത്തുൻ മുബാറകത്തുൻ ലൈസ ഫിൽ അയ്യാമി മാ യുമാതിലുഹാ. പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഏറ്റവും മഹത്തരമായ, ഏറ്റവും ബർക്കത്താക്കപ്പെട്ട ദിവസങ്ങളാണ്. ലൈസ ഫിൽ അയ്യാമി മാ യുമാതിലുഹാ, അതിനു തത്തുല്യമായ മറ്റു ദിവസങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അതിനോട് തത്തുല്യം, അതിന് കിടപിടക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നാം ചെയ്യുന്ന അമലുസ്സാലിഹാത്തുകൾക്ക് പ്രതിഫലം നൽകുന്ന മറ്റൊരു സമയമില്ല എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ എത്രമാത്രം മഹത്തരമായിരിക്കും ആ ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളും തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിന് പറഞ്ഞ വിശദീകരണം, ആ 10 രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം അത് ദിൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള 10 രാത്രികളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് ലിയശ്ഹദൂ മനാഫിഅ ലഹും
വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അഥവാ നിങ്ങൾ ബലിയർക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞു ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അവിടെ അല്ലാഹു പറയുന്നുണ്ട് ലിയശ്ഹദൂ മനാഫിഅ ലഹും, നിങ്ങൾക്ക് ഉപകാരപ്രദമായ ആ വേളകളിൽ നിങ്ങൾ സന്നിഹിതരാകുവാനും നിങ്ങൾ അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കാനും വേണ്ടി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ എന്ന് പറയുന്ന ആ അയ്യാം മഅലൂമാത്തിനെ കുറിച്ചും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് അത് അയ്യാമു അശ്രി ദിൽഹിജ്ജ, അത് ദിൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള 10 ദിവസങ്ങൾ എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ ഒരു സമയത്തെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്തെങ്കിൽ അതിൻ്റെ മഹത്വം എത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് മാ മിൻ അയ്യാമിൻ, ഒരു ദിവസവുമില്ല, അൽ അമലു സ്വാലിഹു ഫീഹിന്ന, അതിൽ അള്ളാഹുവിന് നാം ചെയ്യുന്ന സൽക്രമങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസങ്ങളേക്കാൾ. അപ്പോൾ എല്ലാത്തിനെയും അത് കവച്ചു വെക്കുന്നതാണ്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുന്ന ഒരു സുബ്ഹാനല്ലാഹ്, നമ്മൾ നമസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, കാലത്തും വൈകുന്നേരവും നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ, ഖുർആൻ പാരായണം, നോമ്പ്, അതെ 9 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പ് നോറ്റു എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മുടെ ഈ ഖുത്ബയിൽ തന്നെ കടന്നു വരാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ കർമ്മങ്ങൾക്കൊക്കെ മറ്റു എല്ലാ ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ചോദിച്ചു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, അഥവാ ഈ 10 ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണോ പ്രവാചകരെ, ഒരു തസ്ബീഹാണോ, ഒരു തഹ്ലീലാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് പറഞ്ഞ മറുപടി വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ. സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിപ്പോൾ ഒരു അമൽ സാലിഹാത്തുകളെ കുറിച്ച് പറയുമ്പോൾ, ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ, സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പുതിയ ഖബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഈ സാഹിബുൽ ഖബർ, വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുക സഹോദരങ്ങളെ, നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം അതിന് കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരലോകത്തെത്തുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ഒരു ഹദീസുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഇന്നലെ അദ്ദേഹത്തിന് ഈ ചിന്തയായിരുന്നില്ല എന്നാണ് അവിടെ അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ഈ ഖബറിൽ കിടക്കുന്ന ഒരു പുതിയ ഖബർ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ദുനിയാവ് മുഴുക്കയും, അല്ലാഹു റസൂൽ അങ്ങനെയാണ് പറയുന്നത്, മിൻ ദുനിയാക്കും ഹാദിഹി എന്നാണ് പറയുന്നത്, അത് മുഴുവനും അദ്ദേഹത്തിന് ലഭിക്കുന്നതിനേക്കാൾ അദ്ദേഹം ചിന്തിക്കുന്നത് നിങ്ങൾ നിസാരമായി കാണുന്ന, അല്ലാഹു റസൂൽ അങ്ങനെ തന്നെ പറയുന്ന ഖഫീഫത്താനി 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് അദ്ദേഹത്തിന് ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, പുതിയൊരു ഖബറിനെ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ ഇത് പുതിയ ഖബർ ഇന്നലെ മറവ് ചെയ്തതാണെങ്കിൽ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടതായിരുന്നില്ലെന്നർത്ഥം. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഈ 10 ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുണ്യകരമാണ് നാം നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം, നാം ഓതുന്ന ഒരു ഖുർആനിൻ്റെ ആയത്ത്, നമ്മൾ ചെല്ലുന്ന രാവിലെയും വൈകുന്നേരവും വേണ്ട നമ്മൾ ചെല്ലുന്ന ഒരു സുബ്ഹാനല്ലാഹ് പോലും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുമ്പോൾ അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈൻ, ഒരാളൊഴിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ ഒരാളെ അതിൽ ഒഴിവാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് അത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം വിനിയോഗിക്കുകയാണ്. അങ്ങനത്തെ ഒരാളൊഴിച്ച് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ അശ്റുദിൽ ഹജ്ജയിൽ, അഥവാ നമുക്ക് ഇനി പിറന്നു വരാൻ പോകുന്ന അറബി മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഈ കർമ്മങ്ങൾക്കൊക്കെ ഇത്ര പോരിശ വരാൻ കാരണമെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലിഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫിഹാ, എല്ലാ ഇബാദത്തുകളും, ഇസ്ലാം കാര്യങ്ങൾ 5 ആണല്ലോ, ഈ 5ഉം
ഈ 10 ദിവസത്തിൽ സംഭവിക്കുന്നുണ്ട്. ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, തൗഹീദുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി അതിലെ ഓരോ ദിവസങ്ങളെയും പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ അതിൽ ഓരോ ദിവസം എന്തുകൊണ്ടാണ് മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഈ 10 ദിവസങ്ങളുടെ ഇത്രമാത്രം ശ്രേഷ്ഠമാവാൻ കാരണം? ഹജ്ജിൻ്റെ ഓരോ ദിവസങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫൽയൗമുസ്സാമിനു മിൻഹാ ഹുവ യൗമുത്തർവിയ. അതേ, ദുൽഹിജ്ജ 8-നാണ് ഹജ്ജ് ആരംഭിക്കുന്നത്. മക്കയിൽ നിന്ന് മിനായിലേക്ക് ഹാജിമാർ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോകുന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് മുമ്പ് മിനായിലെത്തുകയും അവിടെ ചെന്നുകൊണ്ട് 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ ചുരുക്കി നമസ്കരിച്ച് അന്നവിടെ കഴിച്ചുകൂട്ടുകയും വൽയൗമു താസിഉ മിൻഹാ ഹുവ യൗമു അറഫ. 9 ദുൽഹിജ്ജ 9 യൗമ അറഫയാണ്. അതേ, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഹാജിമാർ മിനായിൽ നിന്നും അറഫയിലേക്ക് പുറപ്പെടുന്നു. ആ അറഫ ദിവസത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തികല്ലാഹു അസ്സ വജല്ല ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ വഇന്നഹു ലയദ്നു ثم യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലാ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഈ യൗമ അറഫയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റ് ദിവസങ്ങളില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുന്നത് അഹ്ലുൽ ജന്നയിലാണോ അഹ്ലുൻ നാറിലാണോ എന്ന് നമുക്കറിയില്ല. യൗമ അറഫയിൽ നമ്മൾ സുന്നത്ത് നോമ്പ് നോൽക്കുകയും അള്ളാഹുവിനോട് നമ്മളൊക്കെ മനസ്സിലാക്കണം, ഈ ഹജ്ജിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഹാജിമാർക്കുള്ളതാണെന്ന്. അല്ല സഹോദരങ്ങളെ, അവർക്ക് മാത്രമുള്ളതല്ല. ഈ പറയപ്പെട്ട 10 ദിവസങ്ങളിലും അയ്യാമുത്ത് ശരീക്കിൻ്റെ 3 ദിവസങ്ങളടക്കം നമുക്കും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ കർമ്മങ്ങൾക്കും പ്രത്യേകതയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഏറ്റവും കൂടുതൽ ആളുകളെ അറഫ ദിവസമാണ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കേണ്ടുന്ന ദിവസമാണ്. അള്ളാഹു അടുത്തു വരുമെന്നാണ്. യൗമ അറഫയിൽ അള്ളാഹു ആകാശലോകത്തിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അടുത്ത് വന്നുകൊണ്ട് അള്ളാഹു ചോദിക്കുമെന്നാണ്. മാ അറാദ ഹൗലാ. നമ്മളടക്കമുള്ള ഹാജിമാരെ കുറിച്ച് അള്ളാഹു ചോദിക്കും, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ഒരാൾ മോചിപ്പിക്കപ്പെട്ടാൽ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, ഏറ്റവും വലിയ വിജയം അതാണ്. അതല്ലേ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഇ യൗമ അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, ഖൈറായ പ്രാർത്ഥന അത് അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണെന്നർത്ഥം. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യൗം അറഫ ദുൽഹിജ്ജ 9 നമ്മൾ അധികരിച്ച് ചൊല്ലേണ്ടുന്ന ഒരു ദിക്റായിട്ട് പണ്ഡിതന്മാർ അതിനെ എടുത്തുദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഈ പറഞ്ഞ ദിക്റിനെ. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സിയാമു യൗമ അറഫ الصيام يوم عرفة أحتسب على الله أن يكفر السنة التي قبله والسنة التي بعده. അറഫ ദിവസം നമ്മൾ നോക്കുന്ന ഒരു ദിവസത്തെ നോമ്പ്, അന്ന് ആ 9 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ഞാൻ സൂചിപ്പിച്ചു. അതുകൂടാതെ ഒരാൾ അറഫ ദിവസം മാത്രം നോമ്പ് നോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുൻപ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും അഥവാ ചെറുപാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വയൗമുൽ ആശിറു മിൻ ഹാദിഹിൽ അശ്രി യൗമുൻ നഹർ. അതെ, ഈ ദുൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള 10-ാമത്തെ ദിവസം അന്നാണ് ബലിപെരുന്നാൾ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠമായത് എന്ന് വിവരിക്കുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ യൗമുൻ നഹർ അഥവാ ബലിപെരുന്നാൾ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അല്ലാഹുവിൻ്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസം യൗമുൻ നഹർ, അത് ബലിപെരുന്നാൾ ദിവസമാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദു ഇബാദല്ലാഹ് ഉസ്സീകും വനഫ്സി തനിയം ബിതഖ്വല്ലാഹി സുബ്ഹാനഹു വ തആല. സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളുടെ ശ്രേഷ്ഠതകളും സവിശേഷതകളും ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. ഇന്ന മിൻ അഅ്ദമിൽ അഅ്മാലി ലത്തി യൻബഗി ലിൽ അബ്ദി അൻ യഹ്രിസ അലൈഹാ ഫീ ഹാദിഹിൽ അശ്ർ. അഥവാ ഈ 10 ദിവസങ്ങളിൽ ഒരു അടിമ, നന്മ ഉദ്ദേശിക്കുന്ന ഒരു അടിമ, അല്ലേ, നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കലാണ്, അല്ലേ, ഈ 9 ദിവസം എനിക്ക് ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കും, ഞാൻ ഈ 9 ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാവും, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഞാൻ സ്വർഗം വാങ്ങും, നരകത്തിലേക്ക് എഴുതപ്പെട്ടവനാണ് ഞാനെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനോട് ഞാൻ ചോദിച്ച് എന്റെ സ്വർഗം ഉറപ്പാക്കുമെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉള്ള ഒരു മനുഷ്യന്മാരെ കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്. അതിൽ ഒന്നാമതായി അങ്ങനെയുള്ള ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ടത് നെയ്യത്തിനെ ഒന്ന് പുതുക്കുക എന്നുള്ളതാണ്. അഥവാ ഞാൻ ഈ പറഞ്ഞത് തന്നെ, അഥവാ നന്മകൾക്ക് വേണ്ടി ഒന്നുകൂടെ ശക്തമായി ഒരുങ്ങുക എന്നർത്ഥം. നമ്മൾ തീരുമാനിക്കലാണ് സഹോദരങ്ങളെ, നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്ക് പറയാൻ നമുക്ക് അറിയില്ലല്ലോ സഹോദരങ്ങളെ. പണ്ഡിതന്മാർ പറയുന്ന രണ്ടാമത്തേതായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, നാം ഒരിക്കലും നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് മറ്റൊരാളെയും ഉദ്ദേശിക്കാൻ പാടില്ല, മറ്റൊരു ഭൗതിക നേട്ടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹു ദീന ഹുനഫാ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാത്ത്. അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അവർ അല്ലാഹുവിന് നിഷ്കളങ്കമായി ആരാധനകൾ അർപ്പിക്കാനല്ലാതെ നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിക്കുക. അത് എല്ലാ മേഖലകളിലേക്കുമുള്ളതാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മാതൃകയാക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ 10 ദിവസങ്ങളിൽ നമുക്ക് അല്ലാഹു നിയമമാക്കിയ മറ്റൊരു കാര്യമാണ് അൽ ഉദ്ഹിയ. അൽ ഉദ്ഹിയത്തു ഫീ യൗമിൻ നഹർ, ബലി പെരുന്നാളിന്റെ അന്ന് അതെ ബലിയറുക്കുക എന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കൽപ്പിച്ചത്. അതെ, അന്ന് ബലിയറുക്കുക എന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബലിയറുത്തതും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതും മറ്റുമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ وأراد أحدكم أن يضحي فليمسك عن شعره وأظفاره حتى يضحي. വല്ലവനും ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിൽഹിജ്ജ മാസം പിറന്നതിന് ശേഷം ബലിയറുക്കുന്നത് വരെ അവന്റെ മുടിയിൽ നിന്നോ അവന്റെ നഖത്തിൽ നിന്നോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിൽ ആരെങ്കിലും അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ മുമ്പ് അഥവാ നാളെ ദിൽഹിജ്ജ 1 ആണെങ്കിൽ ഇന്ന് മഗ്‌രിബിന്റെ മുമ്പ് നാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കലും, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും ഈമാനിന്റെ ഭാഗമാണ് എന്ന ഗൗരവമായ ചിന്ത സഹോദരങ്ങളെ നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അടക്കമുള്ള നിങ്ങളെല്ലാവരെയും അല്ലാഹു പറയുന്നുണ്ട്, അതെ, അതാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ഈ പറയപ്പെട്ടതാണ് എന്നർത്ഥം. ആരെങ്കിലും അല്ലാഹുവിന്റെ ശആയിറുകളെ അഥവാ മതചിഹ്നങ്ങളെ, ആരാധന മഹത്വങ്ങളെയും ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അതാണ് ഹൃദയത്തിന്റെ ചക്കുവയിൽ നിന്നുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് കൽപ്പിക്കപ്പെട്ടതും നിർദ്ദേശിക്കപ്പെട്ടതും ഐച്ഛികമായും നിർബന്ധമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബാധ്യതകളുമായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവർക്ക് അനുയോജ്യമായ പ്രതിവിധികൾ നൽകി അവരെ എല്ലാവരെയും നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين اللهم انصر اخواننا المسلمين المستضعفين في كل مكان يا رب العالمين. ربنا ظلمنا انفسنا فان لم تغفر لنا وترحمنا
لنكونن من الخاسرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.